ഹാപ്പി ആനിവേഴ്സറി ജോസഫ്. പോയി കുപ്പി എടുത്തിട്ടോ. പിന്നെ അതിനല്ലേ വന്നേക്കുന്നത്. ഇത് കേക്ക് ഒക്കെ കഴിക്കുവോ? അത് വിസ്കി വരെ കുടിക്കും. ഇവൻ അതിനെ വഷളാക്കി. ജോസഫ്, ആനിവേഴ്സറിക്ക് പ്രിയക്ക് എന്ത് ഗിഫ്റ്റാ കൊടുത്തേ? അങ്ങനെയുള്ള ശീലമൊന്നും ഇവിടെ ഇല്ല. ഞാൻ തന്നെ നിനക്കൊരു വലിയ ഗിഫ്റ്റാ. ഇനി വേറെ ഗിഫ്റ്റ് വേണോ? വീണ്ടും സ്മോക്ക് ചെയ്തോ? നിർത്തി എന്നല്ലേ പറഞ്ഞേ? ഞാനല്ല, ഇവരത് വലിച്ചപ്പോ അടുത്തോട്ട് പോയതാ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരില് ലവ് ആദ്യം പ്രപ്പോസ് ചെയ്തേ? അത് ഒരു ദിവസം ബസ് സ്റ്റോപ്പില്. ഈ സീൻ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അഭിനയിച്ചു കാണിക്കാം. അയ്യോ, അത് ശരിയാവില്ല. നീ എന്താ കാണിക്കുന്നത്? ഇതാണ് നിങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഓക്കെ, കം ഓൺ, ആക്ഷൻ. ശരി, ഇതെന്റെ കോളേജ് ബുക്ക്. ഇതാണ് അവിടെ ഇരുന്ന തെരുവ് നായ്ക്കുട്ടി. നീ എന്തായി നോക്കുന്നത്? ഇവൻ അങ്ങനെ എന്റെ ഭാര്യയുടെ നെഞ്ചത്തിരിക്കണം. എടാ, ബസ് സ്റ്റാൻഡ് കാലിയാക്കാതെ ഇവിടെ നിൽക്ക്. റെഡി, കണ്ടിന്യൂ. പ്രിയക്ക് പോകാനുള്ള ബസ്സുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ്. പക്ഷെ ഏത് ബസ് വന്നിട്ടും പ്രിയ കേറാതെ നിൽക്കുക. ബസ് മലപ്പുറം പോവോ? നീ കേറിയ എവിടെ വേണേ. നീ നിന്റെ ലവ് നന്നായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്ത് ഡെവലപ്പ് ചെയ്യാനാ? ഇത് നീ ബാക്കി അപ്പൊ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഇതാ കൊട. എന്താ ഒരു മഴ. ഞാൻ നനഞ്ഞുകൊണ്ടേ നിന്നു. വല്ലാതെ ഇരിക്കട്ടെ, അപ്പോഴല്ലേ ഒരു ഫീൽ വരുള്ളൂ. എടാ, മഴ തിരുമ്പോ കാര്യം നടക്കട്ടെ, വേഗം. ഞാൻ അങ്ങനെ തന്നെ ലവ് ലെറ്റർ എടുത്ത് പതുക്കെ പതുക്കെ അവളുടെ അടുത്ത് പോയി നിന്നു. ഹലോ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ, എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു. ധൈര്യമായിട്ടോ? ഓ, നിന്റെ കുടക്കീഴിൽ നായക്കുട്ടിയെ കയറ്റിയ മാതിരി നിന്റെ ജീവിതത്തിൽ എന്നെ കൂടി കയറ്റാമോ? ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം പ്രതീക്ഷിച്ചു. ബെറ്റർ ആയിട്ട് പറയാം. എൻ്റെ അമ്മ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ, അല്ലെങ്കിൽ വിഷം കഴിക്കണമെന്ന് തീരുമാനിച്ചു വന്നിരിക്കുക. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? വിഷം എടുത്ത് കുടിക്കും. ഞാനത് കുടിക്കും. എന്താ പിന്നെ എന്താ നടന്നെന്ന് പറഞ്ഞു കൊടുക്കട്ടെ റാസ്കൽ. പറയാം. കഥയിൽ ട്വിസ്റ്റോ? അത് കഴിഞ്ഞ് താഴെ കിടന്ന വിഷത്തെ നായ നക്കി കുടിക്കാൻ തുടങ്ങി. ആ നായ ചത്തുപോകുന്നു പേടിച്ചു പോയി. അപ്പോഴാ ഞാൻ പറഞ്ഞത്, ആ നായ ഒന്നും ചാവാൻ പോകുന്നില്ല, എന്റെ അമ്മ വാങ്ങി തന്ന തേനാ. സൂപ്പർ. ഡ്യൂട്ടി സമയം, ഞാൻ ഇറങ്ങട്ടെ. വിവേക്, കഴിച്ചിട്ട് പോടാ. ടൈമായി, അതുകൊണ്ടാ. ബൈഡാ. പ്രിയ, വിശക്കുന്നു. പേസ്റ്റ് ഉണ്ടാക്കി തരാം, മതിയോ? Let me help you, പ്രിയ. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാകുമെന്നാണ്. ഇന്നലെ രാത്രിയിൽ ആസാദി കാശ്മീർ ഗ്രൂപ്പിന്റെ ആസ്ഥാനം ബോംബ് സ്ഫോടനത്തിൽ നിശേഷം തകർന്നു. ഇതിൽ സെക്കൻഡ് ലഫ്റ്റനന്റ് അമീസ് ഖാൻ അടക്കം ഒട്ടനവധി സൈനികർക്ക് ജീവനാശം സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെയും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. നീയാണോ അത് ചെയ്തത്? എനിക്കെങ്ങനെ അറിയും? നിന്റെ ചിരി കണ്ടാൽ മനസ്സിലാവില്ലേ നീ അത് ചെയ്തതെന്ന്. എവിടെ എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ ഞാനാണെന്നോ? ഒരു പക്ഷേ സ്കെച്ച് വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും.